പാകിസ്ഥാന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ വധിക്കാനായിട്ട് ഇസ്രായേൽ പദ്ധതിയിട്ടു എന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? മൊസാദ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയോ? എവിടെ നിന്നാണ് ഈ ഒരു വാർത്തയുടെ തുടക്കം? ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള പെപ്പെ എസ്കോബാർ ഒരു പോഡ്കാസ്റ്റിലാണ് ആദ്യമായിട്ട് ഈ അവകാശവാദം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വിറ്റ്സർലൻഡിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാനെത്തിയ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെയും സൈനിക മേധാവി അസിം മുനീറിനെയും വധിക്കാൻ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് പദ്ധതിയിട്ടിരുന്നു. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഇത് കണ്ടെത്തുകയും ഒമാൻ പോലുള്ള മറ്റ് രാജ്യങ്ങൾ വഴി ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അത്രേ. ഞങ്ങളുടെ പ്രതിരോധ സംഘത്തെ തൊട്ടാൽ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന രീതിയിലായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം എന്നായിരുന്നു മാധ്യമപ്രവർത്തകൻ അവകാശപ്പെട്ടത്. ഈ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായതോടെയാണ് വരുന്നത്. ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുകയും ഇത് നിഷേധിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സുരക്ഷാ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുൻനിര പാക് മാധ്യമ പ്രവർത്തകരും ഈ റിപ്പോർട്ട് തികച്ചും അടിസ്ഥാനരഹിതമായ വ്യാജ കഥയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് സന്ദർശന വേളയിൽ യാതൊരുവിധ സുരക്ഷാ ഭീഷണികളോ അലേർട്ടുകളോ ഉണ്ടായിരുന്നില്ല എന്നും സ്വിസ് US സുരക്ഷാ ഏജൻസികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നുവെന്നും പാക് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ചുരുക്കത്തിൽ ഒരു ബ്രസീലിയൻ ജേർണലിസ്റ്റ് ഉന്നയിച്ച തന്ത്രപരമായ ഒരു അവകാശവാദം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നുവെങ്കിലും അതിനെ സ്ഥിരീകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇസ്രായേലും മൊസാദും അസിം മുനീറിനെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ആജന്മ ശത്രുവായിട്ട് നമ്മൾ കാണേണ്ടത് ഇറാനെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെയോ അല്ല, അത് പാകിസ്ഥാനാണ്. കാരണം ഇസ്രായേലിനോട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന, ഇസ്രായേലിനൊരു ഭീഷണിയായിട്ട് ഭാവിയിൽ മാറാൻ കഴിയുന്ന ഒരു രാജ്യം യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ വളരെ തന്ത്രപരമായി അമേരിക്കയുടെ കൂടെ നിന്ന് ഇസ്രായേൽ പാകിസ്ഥാനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിനെ തടയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളി തന്നെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇസ്രായേലും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗികമായിട്ട് നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസികൾ പാകിസ്ഥാനെയും അവരുടെ സൈനിക മേധാവിയെയും തന്ത്രപരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. അസിം മുനീർ എന്ന വ്യക്തിയോടുള്ള വിരോധം എന്നതിലുപരിയായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സൈനിക ശേഷി ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിക്കപ്പെട്ടേക്കാം എന്ന ഇസ്രായേലിന്റെ ആശങ്കയാണ് ഇതിന്റെ പ്രധാന കാരണം. ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുസ്ലിം രാജ്യങ്ങൾ ആണവായുധം കൈവരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇറാനെ മുളയിലേ നുള്ളാൻ ഇസ്രായേൽ ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഔദ്യോഗികമായി ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ആണവ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അവിടുത്തെ ആർമി ചീഫിനുണ്ട്. ഈ ആണവ സാങ്കേതിക വിദ്യ ഭാവിയിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ടുള്ള അറബ് രാജ്യങ്ങളിലേക്കോ ഭീകരവാദികളിലേക്കോ ഒക്കെ എത്തിപ്പെടാം എന്ന ആശങ്കയാണ് ഇസ്രായേലിന് ഒന്നാമതായിട്ടുള്ളത്. രണ്ട്, പാകിസ്ഥാൻ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെതിരായി തിരിയാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. ഇത്രയും കാലം അമേരിക്കയുടെ ഒരു തണൽ, ഒരു സംരക്ഷണം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാലവും അമേരിക്കൻ പ്രസിഡന്റുമാര് ഒരേപോലെ ആകണമെന്നില്ല. വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ അധികാരത്തിലേക്ക് വരാം. നാളെ ഒരു കടുത്ത ഇസ്രായേൽ വിരോധിയായിട്ടുള്ള ഒരാൾ അമേരിക്കയിൽ അധികാരത്തിലേക്ക് വന്നാൽ, നിലവിൽ ഇസ്രായേലിന് നൽകുന്ന സംരക്ഷണങ്ങൾ നൽകാതെ വന്നാൽ ഉറപ്പായും പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അവസരം മുതലെടുത്തേക്കാം എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നുണ്ട്. പാകിസ്ഥാൻ ചാര സംഘടന പലപ്പോഴും ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സംഘടനയാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് പാകിസ്ഥാൻ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇസ്രായേലിനെതിരെ പാകിസ്ഥാൻ ശക്തമായി സംസാരിക്കാറുണ്ട്. കടുത്ത വർഗീയവാദി കൂടിയായിട്ടുള്ള അസിം മുനീറിന്റെ ഈ ഒരു കാലത്ത് പാകിസ്ഥാൻ ചാര സംഘടനയടക്കം ഇസ്രായേലിനെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. പല ഭീകരവാദ സംഘടനകൾക്കും ഫണ്ട് ചെയ്യുന്നതും ആയുധം കൊടുക്കുന്നതും അവർക്ക് ഇന്റലിജൻസ് വിവരങ്ങൾ അടക്കം കൊടുക്കുന്നതും പാകിസ്ഥാൻ ചാര സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയായിട്ട് അസിം മുനീർ മാറിക്കാണുമെന്നതിൽ തർക്കമൊന്നുമില്ല. ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് ഇത്രയേറെ അടുക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കോമൺ ശത്രുവാണ് എന്നതും നമുക്ക് മറക്കാൻ കഴിയില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.